ഒന്നും അറിഞ്ഞിട്ടില്ല, കോടതിയിലില്ല. അവിടെ നിൽക്കുകയല്ലേ ആൾക്കാർ, ഇങ്ങനെ കൈയും കെട്ടി നിൽക്കുകയല്ലേ. ഇയാളൊന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് കേസിനകത്ത് അവസാനം വിധിക്കുകയാണ് ഇയാൾ ഒന്നും ചെയ്തിട്ടില്ല, പോയിക്കോന്ന് പറയും. അതുവരെ ഇയാളുടെ നിപ്പം അങ്ങനെയാണോ? കൂട്ടിനകത്ത് കയറ്റി നിർത്തത്തില്ലേ? ഈ കോന്തന്മാരായ ഈ ജഡ്ജിമാരെല്ലാം എന്തെടുക്കുകയാണ്? ഇവനൊക്കെ ആലോചിക്കുന്നില്ലയോ ഇത്? അവനൊക്കെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ വായിച്ചിട്ടുണ്ടോ ഇതുവരെയും? വായിച്ചിട്ടില്ല ഇതുവരെയും. ഇവരാരും അറിഞ്ഞിട്ടില്ലല്ലോ. ഇവിടെ അറിയാത്തവരാണ് ഞാനീ പറയുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാര്യം അറിയാത്തവരാണ് കോടതിയിലിരിക്കുന്ന ജഡ്ജിമാർ, പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, സെക്രട്ടേറിയറ്റ് ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ. ഇവരാരും അറിഞ്ഞിട്ടേ ഇല്ല. ഇനി സ്കൂളിനകത്തിരിക്കുന്ന അധ്യാപകരും അറിഞ്ഞിട്ടില്ല സ്വാതന്ത്ര്യം കിട്ടിയ കാര്യം. നിന്നില്ലെങ്കിലെന്ന് ഇയാൾ പറയുന്നത് ഇതാണ് ചോദിക്കുന്നത്. ഇയാൾ ആരാണെന്നുള്ള ചോദ്യം. അല്ല, ചില കേസുകൾ ജഡ്ജിയുടെ മനോഭാവത്തിനനുസരിച്ച്, നിയമം അനുസരിച്ച് പെരുമാറാനാണ് ജഡ്ജിയെ വെച്ചിരിക്കുന്നത്, അല്ല ജഡ്ജിയുടെ മനോഭാവം പിടിക്കാനല്ല. അത് ഇയാൾ രാജാവിന്റെ മുമ്പിൽ ഇരിക്കുന്ന നിപ്പാണ് അത് പറഞ്ഞോണ്ടിരിക്കുന്നത്. അതാ ഇപ്പൊ എന്നോട് പറഞ്ഞോണ്ടിരിക്കുന്നത്. എന്നാൽ ഞാൻ അപ്പുറത്തിരിക്കുന്ന അച്ഛന്റെ മനോഭാവം അറിഞ്ഞിട്ട് ഞാൻ പറഞ്ഞോളാന്ന് അമ്മ പറയുന്ന സാധനമാണ് ഇയാൾക്ക് പറയുന്നുണ്ട്. ഇതൊന്നും അല്ല, നിയമത്തിന് മുമ്പിൽ തുല്യരാണ്. അല്ല, ജഡ്ജിക്ക് ഇഷ്ടമുള്ള പോലെ വിധിക്കാനും നോക്കത്തില്ല. പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പോലീസ് സ്റ്റേഷൻ പൂട്ടിക്കളയേണ്ട സാധനമാണ്. അല്ല, പോലീസിങ് അല്ല നമുക്ക് ആവശ്യം. പോലീസിങ് എന്ന് പറഞ്ഞാൽ തന്നെ മുകളിലുള്ളവർക്ക് വേണ്ടി താഴെയുള്ളവരെ കീഴ്പ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന സ്ഥാപനമാണ്. അവിടെ എങ്ങനെയാണ് താനും ഞാനും തമ്മിലുള്ള നീതിപൂർവമായ തീരുമാനം എടുക്കാൻ പറ്റും? നമ്മളെ സംരക്ഷിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ സംരക്ഷിക്കേണ്ടത് നമ്മൾ ആവശ്യപ്പെടുമ്പോഴാണ്. ഇയാൾ വെറുതെ ഇവിടെ ഇരിക്കുകയാണ്, ഇയാളെ സംരക്ഷിക്കാനായിട്ട് കുറെ പോലീസുകാരിക്ക് വന്ന് സംരക്ഷിക്കണ്ടല്ല. അങ്ങനല്ലേ? അങ്ങനെയൊക്കെ അവർ ചെയ്തോണ്ടിരിക്കുന്നത്. അവർ ജീവനും സ്വത്തിനും സംരക്ഷണം അല്ലെങ്കിൽ പണക്കാരായിരിക്കുന്നവരുടെ കാലത്തുണ്ടായിരുന്നത്. അത് നമ്മളെ സംരക്ഷിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് രണ്ടുപേർക്കും പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ ഇടനിലയ്ക്ക് പറയാനൊരാൾ വേണം എന്നുള്ളതാണ്. അതിനെയാണ് സിറ്റിസൺസ് അസിസ്റ്റൻസ് ആണ് ഉണ്ടാകേണ്ടത്, പോലീസിങ് അല്ലത്.